ഞാനാ ഞാനാ എന്താ? അച്ഛനും അമ്മയുണ്ട്. വരാൻ പറ്റില്ല, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിക്ക് നിക്ക്, ഞാൻ വരാം വരാം വരാം. അവരൊക്കെ എഴുന്നേക്കും. എന്താ? എന്നാ അപ്പുറത്തിരിക്ക. എവിടെ? എന്താടാ? ദീപു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടാ? എത്ര ഇഷ്ടാ? ഇത്ര. അത്രേ ഉള്ളോ? നമ്മുടെ ഹൃദയത്തിനെ ആകെ ഇത്ര സൈസേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? കരയും. പിന്നെ അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞ് മരിക്കുന്നവരെ എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ? ഞാൻ ജീവിക്കുന്ന കാലത്തോളം നിന്നോടുള്ള സ്നേഹം എൻ്റെ അടുത്തുണ്ടാവും. ഇതെല്ലാം നിനക്ക് ആരാ പറഞ്ഞു തരുന്നത്? നീ. ഞാനോ? നിന്റെ സ്നേഹം. അല്ല, ഞാൻ മരിച്ചുപോയ നീ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് നിന്നെ പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. നീ മരിച്ചു കഴിഞ്ഞാ ഞാനും നിന്റെ കൂടെ വരും. പ്രണയം എന്ന് പറഞ്ഞ ജീവന. ആ ജീവൻ തന്നെ പോയി കഴിഞ്ഞാ അങ്ങനൊന്നും പറയണ്ട. എന്റെ കുഞ്ഞിലെ തന്നെ എന്റെ അമ്മ എന്നെ വിട്ടു പോയതാ. തനിക്കറിയോ, എനിക്ക് എന്റെ അമ്മയെ കാണുന്ന പോലെ തന്നെ കാണുമ്പോ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് തന്നെ. എപ്പോഴും നിന്നെ ആദ്യം കാണുന്ന പോലെ എനിക്ക് എന്റെ ചെവിയിൽ പൂ വെക്കുന്നതൊക്കെ ആലോചിക്കും ഞാൻ. ഇത്ര മനോഹരമായൊരു ദിവസം എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും എനിക്ക് വല്ലാത്ത സംശയമായിരുന്നു. ഈ നാട്, നീ, നിന്റെ അച്ഛൻ, അമ്മ, ഈ നാട്ടുകാര്, വാവ്, സ്വർഗത്തിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് നിന്റെ മടിയിൽ തലവച്ച് കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ സ്നേഹത്തിൽ ആരും കണ്ണു വയ്ക്കരുത്. ഇപ്പൊ ഉള്ളതിൽ വെച്ച് ലോകത്ത് ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന മോൻ ആരാണെന്ന് ചോദിച്ചാ അത് സാറിന്റെ മോനാ. അതെ സാർ, നമ്മുടെ കാർത്തിക് ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം എസ്റ്റേറ്റിന് ജീവൻ വെച്ച പോലെയുണ്ട്. എന്റെ നീ നിന്റെ പ്രേമത്തിന് സർപ്രൈസ് തന്നു, ഞാൻ എന്റെ മരുമകളെ കാണാൻ സർപ്രൈസ് ആയിട്ട് വന്നു. ഏയ് സണ്ണി, എന്റെ ഭാവി മരുമകളെ എപ്പോഴാ കാണിക്കണേ? നാളെ. ഷുവർ. അങ്കിൾ. ഹായ് കാർത്തിക്.
യു ആർ ഫാന്റാസ്റ്റിക് മോളെ. ഇതുപോലൊരു ഭക്ഷണം കഴിച്ചിട്ട് വളരെ കാലമായി. നിങ്ങൾ ജനിച്ചത് വളർന്നതൊക്കെ ഇവിടെ തന്നെയാണോ? അല്ല സാർ, ഇവിടെയല്ല, കോയമ്പത്തൂരിനടുത്ത് പൊള്ളാച്ചിയിലാ. കോയമ്പത്തൂരിന്റെ അടുത്തുള്ള പൊള്ളാച്ചിയാ? അതെ സാർ. അവിടെ നിങ്ങൾ ആരുടെ മോനാ? പട്ടേൽ ചന്ദ്രപ്പായുടെ മകനാണ്. നിങ്ങൾ പട്ടേൽ ചന്ദ്രപ്പന്റെ മകനോ? സാർ, അദ്ദേഹത്തിനെ നിങ്ങൾക്കറിയാവോ? ഇല്ല. ആ പേര് എവിടെയോ കേട്ട പോലെ. ഞാൻ ഇറങ്ങണേ. ഏട്ടാ ഇത് സാർ, ഏ ഇന്നാ ഇന്നാ. താങ്ക്സ്. താങ്ക്സ്. നമുക്ക് നാളെ നേരിൽ കണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങൾ ശരി. സംസാരിക്കാം. ഉം, പോയിട്ട് വരാം. ശരി അരി പോയിട്ട് വരാം. ശരി മോനെ. കല്യാണ വിഷയം സംസാരിക്കാൻ വെറും കൈയോടെ വന്നിരിക്കുന്നു. താമ്പൂലം എവിടെ? സാരമില്ല, വാക്കിനാണ് പ്രാധാന്യം, താമ്പൂലത്തിനല്ല. നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, എന്താ അത്? ദയ. ആ, ദയ, ആത്മാർത്ഥത, വിശ്വാസം, മോഷ്ടിക്കരുത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇനിയൊരുത്തന്റെ ജീവിതത്തെ, അവന്റെ സ്വപ്നങ്ങളെ, അവന്റെ മോഹങ്ങളെ സർവ്വതും നശിപ്പിച്ചവന്റെ ഗേറ്റില് ഞാൻ അങ്ങനെ ഒരു ബോർഡ് കാണുമ്പോ ചിരിക്കണോ കരയണോ എന്ന് പോലും മനസ്സിലാവണില്ല. ഏയ്, ആദ്യം ആ ബോർഡ് എടുത്ത് തല്ലിപ്പൊളിച്ചു കളാ. അങ്ങനെയൊക്കെ ബോർഡ് വെക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം. സാർ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യമായിട്ടും നിനക്ക് ഓർമ്മയില്ല? 40 വർഷങ്ങൾക്ക് മുമ്പ് രാമനാഥ, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. ചേച്ചി, ആ പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന പയ്യനേതാ? ഏയ് അതവന്റെ അനിയനാ. ഏയ് അനിയനല്ലടി, മോനാ. അങ്ങനെയാണോ? എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? അവൾ അച്ഛനും അമ്മയും ഇല്ലാതെ ഈ നാട്ടിലേക്ക് വന്നപ്പോ ഈ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. ആ അതാ സത്യം. ദാ ആ ഇരിക്കുന്നവൻ അറിയാവോ? ദാ അവനാ അവളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ടിരുന്നത്. അങ്ങനെയാണോ? ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ? ശരിക്കും നോക്കടാ, ഈ പട്ടേൽ എന്ന് പറഞ്ഞ എത്രയോ വലിയ മുതലാളിയാ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെറുക്കനെയാണല്ലോ കിട്ടിയത്. പട്ടേല് മുതലാളിക്ക് എന്ത് മന്ത്രം കൊടുത്താണോ സാധിച്ചു വെച്ചതൊക്കെ. അങ്ങോട്ട് നോക്കടാ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എത്ര സമാധാനമായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ? നാട്ടിലെ ന്യായം സംസാരിക്കുന്ന പട്ടേല് മുതലാളി എന്താലോചിച്ചിട്ടാണ് ഈ കല്യാണം നടത്തി വെച്ചതാവും. ഇതൊക്കെ വലിയ വീട്ടിലെ കാര്യല്ലേ, നമ്മൾ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? അവർക്കും എന്തെങ്കിലും പോരായ്മകൾ കാണും. ആ പയ്യന് ശരീരത്ത് എന്തോ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാ ഈ പെണ്ണിനെ ഭാര്യയാക്കിയേക്കുന്നത്. എന്നും പറഞ്ഞ് ഈ പെണ്ണിനെ ഭാര്യയാക്കാൻ പാടുണ്ടോ? ഇവർക്ക് എന്തോ ശകുനം പിടിച്ച സമയം. എന്നാൽ ഈ പെണ്ണിനെ പോയിട്ട് എണീക്കടാ, എണീക്കാനല്ലടാ പറഞ്ഞേ. എടാ എഴുന്നേൽക്കാൻ. കൊണ്ടുവാ. പട്ടേലേട്ടാ, പട്ടേലേട്ടാ, എന്താ എന്താ ഈ കാണിക്കുന്നേ? എന്താ ഇതൊക്കെ? എടാ മാനം കെട്ടവനെ, നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ അഭിമാനമില്ലാത്തവനാണെന്നാണോ നീ കരുതിയിരിക്കുന്നേ? ഇങ്ങനെയുള്ള ഒരുത്തിയെ നീ എന്റെ വീട്ടിൽ മരുമകളാക്കാൻ കൊണ്ടുവന്നിരിക്കണോ? ഡേയ്, ഇവരുടെ രണ്ടുപേരുടെയും യോഗ്യത കണ്ടിട്ട് നാട്ടുകാർ മുഴുവൻ മുഖത്ത് തുപ്പാടാ. അയ്യോ ചേട്ടാ, ഇങ്ങനെയൊന്നും പറയാതെ ചേട്ടാ.
അവൾ എന്റെ സഹോദരി, എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ്. ആ പെങ്ങളെ പോലാണെന്ന് പറ. പെങ്ങളല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും നാട്ടുകാരുടെ മുമ്പിലെ ഏട്ടനൊരുത്തിയ. ഇരുട്ടായി കഴിഞ്ഞാ പിന്നെ ഛേ, മാനവും മര്യാദയില്ലാത്ത കുടുംബം. എടാ വാടാ. പട്ടേൽ സർ, എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഇവിടുന്ന് പോകല്ലേ സർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം സർ. പോകല്ലേ സർ, എന്റെ ചേച്ചി വളരെ നല്ലവിള, ഏയ്, മോശപ്പെട്ടവളാ. വിടടാ എന്റെ കാല്. അയ്യോ സർ, ആ, അയ്യോ. ചേച്ചി, 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 ചേച്ചി. നാട്ടുകാരുടെ വർത്താനം കേട്ടിട്ട് സീതയെ പോലെ ഇരുന്ന എന്റെ സഹോദരിയെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടുത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യിച്ച പരമ്പരയാണ് നിന്റെയൊക്കെ. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച നിന്റെ കുടുംബത്തെയൊക്കെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തീ വെച്ച് ജയിച്ചെന്ന് വിചാരിച്ചതാണ് ഞാൻ. എന്നാ നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തോറ്റ പോലെയായെന്ന്. നാണക്കേടായി എനിക്ക്. ഇനി ഒരു കാരണവശാലും ഞാൻ തോൽക്കില്ല. എന്റെ തോൽവി ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അന്ന് എന്റെ വീട്ടിൽ തീ കൊളുത്തി മരിക്കാൻ ഇടവരുത്തിയവന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മരുമകൾ വരാൻ പോണു. അവളുടെ അപ്പൻ എന്റെ ബന്ധുക്കാരൻ. നിന്നെ പോലുള്ളവരുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് മരുമകൾ വരാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഈ ജന്മത്തിൽ ഒരിക്കലും നടക്കില്ല. സാർ 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 അങ്ങനെയൊന്നും പറയില്ല സാറേ, അങ്ങനെയൊന്നും പറയരുത്. അന്ന് നടന്ന സംഭവത്തിൽ എന്നെ ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞതാ സാർ. സാർ സാർ ഇതിനകത്ത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സാർ നമ്മുടെ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? എന്നോ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് അതിന്റെ പക നമ്മുടെ മക്കളുടെ നേരത്ത് ഒരിക്കലും കാണിക്കരുത് സാർ. അവര് രണ്ടുപേരും മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാ. ദയവ് ചെയ്ത് അവരെ വേർപിരിക്കരുത് സാർ. ഉണ്ടായിരിക്കടാ ബ്ലഡി സെന്റിമെന്റൽ ഫൂൾ. നിനക്ക് നിന്റെ സ്നേഹമാണ് പ്രധാനമെങ്കിൽ എനിക്ക് എന്റെ മനസ്സിന്റെ വേദനയാണ് പ്രധാനം. എന്റെ മകൻ നിന്റെ മോളുടെ മുഖത്ത് അവന്റെ അമ്മയെ കണ്ടുവന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്റെ വീടിന്റെ അകത്ത് വന്നത്. ഇനി എങ്ങാനും അവൻ എന്റെ വാക്ക് കേൾക്കാതെ അവന്റെ പ്രേമമാണ് പ്രധാനമെന്ന് എന്നോട് പറഞ്ഞാ അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാർ 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 വേണ്ട സാർ, ധൃതി പിടിക്കരുത് സാർ. സാർ 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 ഞാനിപ്പോ ഇതിനെന്ത് പ്രായശ്ചിത്തമാണ് സാർ ഞാൻ ചെയ്യുന്നത്? സാർ നമ്മുടെ മക്കള് നന്നായിരിക്കണ്ടേ? അല്ല നിന്റെ മോള് നന്നായിരിക്കണ്ടേ? നിന്റെ മോൾ എന്റെ വീടിന്റെ അകത്ത് കാല് കുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയും അവളെ മറന്നകളെ. മരിക്കണവരെ അവളെ കാണാൻ പാടില്ല. ഞാൻ പറയണത് മാത്രം കേട്ടോ. ഈ കണ്ടീഷൻ സമ്മതിച്ച ഈ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ നീ ജീവനോടെ ഇരിക്കണവരെയും ഈ കല്യാണം നടക്കില്ല. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? തീരുമാനം എടുത്തോ. ആ